ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. 2021 ഡിസംബർ 19-ന് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 15 പ്രതികളാണ് വിചാരണ നേരിട്ടത്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, കേരളം ഞെട്ടിയ ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെയായിരുന്നു. 2021 നടന്നത്. ഇന്നിപ്പോൾ വിധി വരുമ്പോൾ എന്താണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം ഈ വിചാരണ വേളയിൽ അടക്കമുണ്ടായ പ്രധാന സംഭവങ്ങൾ, വാദപ്രതിവാദങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു? കേരളത്തിലെ തന്നെ ഞെട്ടിക്കുന്ന 2 കൊലപാതകങ്ങൾ, അതായത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ആലപ്പുഴയിൽ 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നത്. അതിൽ SDP നേതാവ് ഷാന്റെ കൊലപാതകവും അതിന്റെ പ്രതികാര നടപടി എന്നോണം രഞ്ജിത്ത് ശ്രീനിവാസൻ, അതായത് OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവും ആലപ്പുഴയിൽ നടക്കുന്നത്. ഇതിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതക കേസിലാണ് ഇന്ന് മാവേലിക്കര സെഷൻസ് കോടതി വിധി പറയുന്നത്. ഈ കേസ് തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട 2 കേസുകളിൽ ഒന്നായിരുന്നു. അതായത് ഈ രഞ്ജിത്തിന്റെ കൊലപാതകം നടക്കുന്നത് ആലപ്പുഴയിൽ SDP നേതാവിന്റെ കൊലപാതകം നടന്നതിന് ശേഷം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ആലപ്പുഴയിൽ മറ്റൊരു കൊലപാതകം കൂടി നടക്കുന്നത്. അത് ഈ ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതികാര നടപടി എന്നോണമാണ് പോപ്പുലർ ഫ്രണ്ട് SDP പ്രവർത്തകർ ഈ രഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്നത്. രഞ്ജിത്തിന്റെ വെള്ളക്കിണറുള്ള വീട്ടിൽ രാവിലെ 6 മണിയോടുകൂടി എത്തിയ പ്രതികൾ രഞ്ജിത്തിന്റെ അമ്മയുടെയും ഒപ്പം തന്നെ സഹോദരന്റെയും കുട്ടികളുടെയും, അതായത് ചെറിയ കുട്ടികളായിരുന്നു, 13 വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടികളുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ചാണ് വീട്ടിലുണ്ടായിരുന്ന രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ സാക്ഷികളായിട്ടുള്ളതും ഈ കുട്ടികളും ഒപ്പം തന്നെ അമ്മയും അടക്കമുള്ള ആളുകളാണ്. അമ്മയും ഭാര്യയും അടക്കമുള്ള ആളുകളുമായിരുന്നു. അതിന്റെ കേസിന്റെ വിചാരണ വേളയിൽ അടക്കം നിരവധി സംഭവങ്ങൾ നടക്കുകയും ചെയ്തു. മാർച്ച് 18-ന്, അതായത് 2022 മാർച്ച് 18-ന് ഈ പ്രതികളെ 15 പ്രതികളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പിന്നീട് ഏപ്രിൽ 26-ന് ഈ കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതികൾ ആലപ്പുഴ സെഷൻസ് കോടതി, അതായത് ആലപ്പുഴ സെഷൻസ് കോടതിയിലെ അഭിഭാഷകൻ കൂടിയായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസനും. രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയും അവിടെ അഭിഭാഷക ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് ആലപ്പുഴ കോടതിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ കോടതിയെ സമീപിക്കുന്നു. പിന്നീട് ഇത് മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയും അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനെ ഇതിന്റെ കേസിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും ചെയ്തു. പിന്നീട് വിചാരണ കാലയളവിൽ തന്നെ ഈ ഫെബ്രുവരി 16 വിചാരണ ആരംഭിക്കുന്നു. ഈ പ്രതികൾക്ക് അഭിഭാഷകരെ നിയോഗിക്കാൻ സമയം ആവശ്യപ്പെട്ടു. കാരണം അഭിഭാഷകർ കൂടിയായ രഞ്ജിത്ത് കൊല്ലപ്പെട്ട സംഭവത്തിനകത്ത് ഇവർക്ക് വേണ്ടി വാദിക്കുന്നതിനായി അഭിഭാഷകർ ഹാജരാകാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഭിഭാഷകരെ നിയോഗിക്കാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ട് സാക്ഷി സ്ഥാനം മാറ്റിവെക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീടാണ് നീണ്ട കാലയളവിലുള്ള ഇത്തരത്തിലുള്ള വിസ്താരത്തിന് ശേഷം ആണ് വളരെ പെട്ടെന്ന് തന്നെ കോടതി വിധി പറയുന്നതിനായി ഇപ്പോൾ ഈ കേസ് മാറ്റിയിരിക്കുന്നത്. ഒപ്പം ഇതിനിടയിൽ തന്നെ വളരെയധികം നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായി. അതായത് ഇവരുടെ വിചാരണ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി അതിന് 15 ദിവസത്തേക്ക് സ്റ്റേ നൽകുന്നു. പിന്നീട് വിസ്താരം വീണ്ടും ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. സുപ്രീം കോടതിയിലടക്കം ഈ കേസിന്റെ വിസ്താരവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഈ കേസ് പോവുകയും ചെയ്തിരുന്നു. എന്തായാലും അത്രയധികം സംഭവങ്ങളുമായ സാഹചര്യത്തിൽ, അതായത് കനത്ത പോലീസ് ബന്ദോബസ്തിലായിരുന്നു മാവേലിക്കര കോടതിയിൽ ഈ സാക്ഷികളുടെ വിസ്താരം അടക്കം പിന്നീട് നടക്കുകയും ചെയ്തത്. സുപ്രീം കോടതി ഈ കേസിന്റെ വിസ്താരം അടക്കമുള്ള കാര്യങ്ങൾ ഇടപെടാൻ കഴിയുകയില്ല എന്നും ഹൈക്കോടതി, അതായത് വിസ്താരം ഉടൻ നടത്തരുത് എന്നുള്ള ഹൈക്കോടതി വിധി ഹൈക്കോടതി തള്ളിയിരുന്നു. തുടർന്ന് ഹൈക്കോടതിയുടെ വിധിക്ക് അനുസരിച്ച് പോകട്ടെ എന്നുള്ള നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ കേസ് കോടതിയിൽ വീണ്ടും വിസ്താരമടക്കം നടക്കുകയും ഈ പ്രതികളെ ജഡ്ജി ചോദ്യം ചെയ്തുകൊണ്ട് 6000-ഓളം പേജിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികളുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങളും ജഡ്ജി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും കേരളം നോക്കിക്കണ്ട, അതായത് ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾ ഒന്നായിരുന്നു രഞ്ജിത്തിൻ്റെത് എന്ന് നമുക്ക് പറയാം. അത്ര
മൃഗീയമായ രീതിയിലാണ് രഞ്ജിത്ത് കൊല ചെയ്യപ്പെടുകയും, അതായത് ഈ കുട്ടികളുടെയും അമ്മയുടെയും, അതായത് രഞ്ജിത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ചാണ് വീട്ടിൽ കയറി ഇത്തരം ഒരു കൊലപാതകം അന്ന് ഉണ്ടായിരുന്നത്. ആ കേസിലാണ് ഇന്ന് 11 മണിയോടുകൂടി മാവേലിക്കര സെഷൻസ് കോടതി വിധി പറയുക. ശരണ്യ,